കാനഡയിൽ ആരധികാരത്തിൽ വരുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആദ്യഘട്ടത്തിൽ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിക്ക് മുൻതൂക്കം. ലിബറൽ പാർട്ടി ജയിച്ചു എന്ന രീതിയിലുള്ള സൂചനകളുമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും ഒപ്പത്തിനൊപ്പമുണ്ട്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ആദ്യഘട്ടത്തിൽ ലിബറൽ പാർട്ടി മുന്നിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാനഡയ്ക്ക്. ഇപ്പോൾ ഭരണപക്ഷം തന്നെയാണ്, കാർണി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ആദ്യഘട്ടത്തിലെ ഫലങ്ങൾ വരുമ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ പൂർണ്ണമായ ഒരു വിവരം വരാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാനഡയ്ക്ക്. ഇത്തവണ ട്രംപിന്റെ താരിഫ് നയങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഈ കാർണിയെ സംബന്ധിച്ച് ട്രംപിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച് നിലപാട് പറഞ്ഞ ഒരാൾ കൂടിയായിരുന്നു ട്രംപ്. കാരണം ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഈ കാനഡയെ പുതിയൊരു സംസ്ഥാനമാക്കി, യുഎസിന്റെ പുതിയൊരു സംസ്ഥാനമാക്കി കൊണ്ടുവരുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ അതിനെതിരെ ട്രംപിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചും കടുത്ത നിലപാട് സ്വീകരിച്ചും ഈ കാർണി നിലകൊണ്ടു. ഒപ്പം തന്നെ ഈ താരിഫ് നയങ്ങളെ അതിശക്തമായി തന്നെ എതിർത്ത ഒരാൾ കൂടിയാണ് കാർണി. ഇതുകൊണ്ട് തന്നെ കാർണിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട്. ഒപ്പം തന്നെ ഈ കാർണി തന്നെയായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന തരത്തിൽ നേരത്തെ തന്നെ സർവേ ഫലങ്ങളും പുറത്തു വന്നതാണ്. ഇത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഫലങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ സ്വീകരിച്ച ഒരു ഇന്ത്യക്ക് എതിരെ ആയുള്ള ഒരു നിലപാടുകൾ, അല്ലെങ്കിൽ ഈ ഖലിസ്ഥാൻ വാദികളുടെ കാര്യത്തിലടക്കം ഇന്ത്യക്കെതിരെ വളരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച ഒരു ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിച്ച ആളായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ജനരോഷവും ഒക്കെ കാനഡയിൽ തന്നെ ഉണ്ടായിരുന്നതുമാണ്. എന്നാൽ ആ മന്ത്രിസഭ പിരിച്ചുവിട്ടതിന് ശേഷം പിന്നീട് കാർണി അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് കാർണി പ്രതികരിച്ചതിലടക്കം ഇന്ത്യയുമായി വളരെ അടുത്തൊരു ബന്ധം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചന കൂടി കാർണി പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം നയതന്ത്ര ബന്ധത്തിൽ അടക്കം ഇന്ത്യയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കേണ്ടത് കാനഡയുടെ ആവശ്യമാണ്. അതങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് കൂടി കാർണി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രവുമല്ല, ഈ ട്രംപിന്റെ കാര്യം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ഈ താരിഫ് നയങ്ങൾ ലോകരാജ്യങ്ങൾ ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ലോകരാജ്യങ്ങൾ ഒന്നാകെ ട്രംപിനെതിരെ സംസാരിക്കുന്ന, ഈ താരിഫിനെതിരെ സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ കൃത്യമായി അക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞുകൊണ്ടുവരുന്ന, അക്കാര്യം ഇലക്ഷനിലടക്കം കാട്ടുന്ന ഒരു നേതാവ്, അദ്ദേഹം ജനപിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും. ശ്രീജ, ശരി. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മാർക്ക് കാർണി നയിക്കുന്ന ലിബറൽ പാർട്ടി തന്നെ തിരികെ അധികാരത്തിലെത്താനാണ്. അവർക്ക് ഭൂരിപക്ഷം കിട്ടുമോ ഇല്ലയോ എന്നതിലപ്പുറത്തേക്ക് കാർണി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ തന്നെ, ലിബറൽ പാർട്ടി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നതാണ് ഈ ഘട്ടത്തിലും വരുന്ന സൂചനകൾ. വിവരങ്ങളാണ് ഷംന നൽകിയത്.